ഹലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബീഫ് റോസ്റ്റാണ്. അതായത് ഈ വീഡിയോ തന്നെ 2 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബീഫ് റോസ്റ്റാണ് ഞാൻ ഷെയർ ചെയ്യണേ. അപ്പോൾ അതിലായിട്ട് നമ്മുടെ നോർമൽ മസാലപ്പൊടികളായിട്ടുള്ള മല്ലി, മുളക്, കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടുക. അതിൻ്റെ കൂടെ നമ്മുടെ സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഇതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇടുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മസാല നന്നായി പുരട്ടിയെടുക്കുക കേട്ടോ ബീഫിൽ. എന്നിട്ട് നമുക്കൊരു വിസിൽ, നമ്മൾ ഓരോ ഇറച്ചിയും ഓരോ വേവായിരിക്കും, അപ്പം അതിനനുസരിച്ച് വേവണ അത്രയും വിസിൽ വെച്ച് നമുക്കതിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ധൈര്യത്തിന്. അങ്ങനെ അതൊരു വിസിൽ, ഒരു 5-6 വിസിൽ വന്നപ്പോഴേക്കും വെന്തു നന്നായിട്ട്. അപ്പം അതിനെ നമുക്കൊന്ന് കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വെന്ത ബീഫും കൂടി അതിലോട്ട് ഇട്ടിട്ട് ഇനിയുള്ളത് ആ വെള്ളം വറ്റിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. എന്തോരം ഡ്രൈ ആയിട്ട് കിട്ടണോ അത്രയും ഇത്. ഇപ്പോൾ ഈ വെള്ളം വറ്റണ വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിങ്ങനെ എന്തോരം ഡ്രൈ ആക്കണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വറ്റിച്ചെടുക്കുക, ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. ഞാനൊരു ഈ ഒരു പരുവത്തിലാണ് എടുത്തത്. അപ്പോൾ എൻ്റെ ബീഫ് റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഒരു മിനുക്ക് പണി പോലെ ഞാൻ ഇച്ചിരി ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ ആ ഗരം മസാല കൂടി ഇട്ട് നന്നായിട്ട് ഒരു ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ട് വേണമെങ്കിൽ, ഇപ്പോൾ അത്യാവശ്യം നെയ്യുള്ള ബീഫായിരുന്നു ഇത്, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ വീണ്ടും ആഡ് ചെയ്തില്ല. വെളിച്ചെണ്ണ വേണമെങ്കിൽ അവസാനം ഒരു സ്പൂണോ ഒന്നുകൂടി വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി നാടൻ ബീഫ് റോസ്റ്റ് റെഡിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.